ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് 2 ലെയറുള്ള പുഡിങ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ഭാഗം യെല്ലോ കളറും ഒരു ഭാഗം വൈറ്റ് കളറുമായിട്ട്. അതിനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര കുറച്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടുന്നത് ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസാണ്. ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കട്ടയില്ലാതെ ഇതൊന്ന് കലക്കിയെടുക്കണം. ഇത് നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റണം. അത് ഗ്ലാസ് ഞാൻ ചരിച്ച് വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്, എന്നാലേ 2 ലെയറായിട്ട് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഗ്ലാസ് ഞാൻ ചരിച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി വാനില പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസ് ഒഴിച്ചു കൊടുത്താലും മതി. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി പാലൊഴിച്ചത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. സ്റ്റൗവിൽ വെച്ച് ഇത് കുറുക്കിയെടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ചൂടോടെ തന്നെ 2 പീസ് വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഗാലക്സിയുടെ വൈറ്റ് ചോക്ലേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഗ്ലാസ് നേരെ വെച്ച് അതിലേക്ക് സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കണം. ആദ്യത്തെ ലെയർ തണുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കുന്നത്. തണുക്കുമ്പം അത് നല്ലതായിട്ട് ഉറച്ചിരിക്കും. അങ്ങനെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് യെല്ലോ കളറും ഒരു സൈഡ് വൈറ്റ് കളറും ആയിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.